സാറേ ഞാൻ ഇപ്പം തക്കളി സ്കൂളിൽ വിടാൻ വരും. അപ്പോഴേ കാണാം, ഞാൻ കൊണ്ടുവരാം. ഓ ശരി ശരി, നീ നേരത്തെ എത്തണേ, ലേറ്റ് ആവില്ല. ഓക്കെ. ഇതെന്തോന്ന് എഴുതുന്നേ? ഹോംവർക്ക്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഹോംവർക്ക് എഴുതി വെക്കണം. അല്ല, സ്കൂളിൽ പോകുന്ന സമയത്തല്ല ഹോംവർക്ക് എഴുതേണ്ടത്. എഴുതി പക്ഷെ ഒന്നുകൂടെ നീറ്റ് ആയിട്ട് നിനക്ക് സ്കൂളിൽ പോകണ്ടേ? അപ്പം സമയമായില്ലല്ലോ. സമയമായില്ലേ? ഇല്ല. നീ എപ്പോഴാവുന്നാണ്? കുളിച്ചാ? എനിക്ക് ഡ്രസ്സ് മാറ്റിയാ മതി. എനിക്ക് വഴിക്ക് വേറെ ആവശ്യങ്ങളുണ്ട്. നിന്നെ സ്കൂളിൽ വിട്ടിട്ട് കളിക്കുന്നു. തങ്കം എന്താ തട്ട് തേച്ചാ? എനിക്ക് 2 കയ്യേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്ക് 2 കൈയ്യനുള്ളൂ, നിനക്ക് മാത്രമല്ല. നിങ്ങൾക്കുണ്ടല്ലോ 2 തേച്ചാന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. ഓ അന്വേഷിക്ക് തേച്ചെങ്കി. നിന്റെ ഇതുവരെ എഴുതി കഴിഞ്ഞില്ലല്ലോ. ഞാൻ കഴിഞ്ഞു. മറ്റേ കൂടെ കുറെ കൂടുതലാ തക്കളിക്ക് കേട്ടാ. നേരെ ഇരിക്കാം. എനിക്ക് എഴുതണ്ടേ? നിന്റെ മുഖം എന്ത് കടന്നൽ കുത്തിയോളിരിക്കണേ? എന്റെ മുഖത്ത് കടന്നല് കുത്തി, അതുകൊണ്ട്. ഓ അമ്മ ഞാൻ ചെയ്തോളാം. എന്നാ ചെയ്യ അങ്ങോട്ട്. ഇതെന്തിനീ കൊച്ചിന്റെ അടുത്ത് ദേഷ്യം തീർക്കണം? നിനക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടോ എന്നോട് പറയണം. നിങ്ങൾക്കൊക്കെ എന്തറിയണം? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? വെളുക്കുമ്പോൾ മുതൽ പണിയെടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ. 5 മണിക്ക് എഴുന്നേക്കണത് ഞാൻ. ചോറിന് ചോറ് മിണ്ടോ അവിടെ നിന്ന് കൽപ്പിക്കുള്ളൂല്ലോ. ചോറ്, ചായ, ഊണ് എല്ലാം മുമ്പിൽ അങ്ങ് വരണല്ലോ. 5 മണിക്ക് എഴുതുന്ന സമയം തികയണമെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാം ചെയ്തു തുടങ്ങണം. അപ്പൊ കറക്റ്റ് സമയം കിട്ടും. എന്താ എഴുന്നേക്കാത്തത്? അല്ല, എനിക്ക് വേറെ ആവശ്യം. ഇതിന്റെ ഇടയ്ക്ക് തയ്ക്കണം. ഞാനിരുന്ന് തയ്ക്കാൻ വരുന്ന ആൾക്കാർ അതിലും ഫസ്റ്റ് മുള്ളയിൽ നിന്നാ വരുള്ളൂ. കൊണ്ടുവരുമ്പോ തന്നെ സാധനം തിരിച്ചു കൊണ്ടുപോകണം. ഭ്രാന്ത് പിടിക്കണ്ട എനിക്ക്. എന്നാ എന്റെ വിഷമം കാണാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരാളും ഇല്ല. എല്ലാവർക്കും അവനവന്റെ കാര്യം. കർത്താവിനെ ഓർത്ത് നീ ഒരു കാര്യം ചെയ്യും. ഇനി തയ്ക്കാൻ കൊണ്ടുപോകേണ്ടത് തയ്ക്കാൻ പറ്റില്ല, ഇവിടെ തയ്യൽ നിർത്തി എന്ന് പറ. പ്രശ്നം പിന്നെ എന്റെ അടുത്ത് തിന്നും. അയ്യോ, ചന്തേക്കാൾ കഷ്ടം തന്നെ. അവിടെ നിന്നപ്പോ കേക്കാല്ലോ. നിങ്ങൾക്ക് എന്തോന്നാണ് ചോദിച്ചു മോളെടുത്ത് തന്നെ ചോദിച്ചു എന്താണ് കുഴപ്പമൊന്നും. അല്ല, നിങ്ങൾക്ക് 2 പേർക്ക് എന്തിന്റെ കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ രാവിലെ പോലെ ഇവിടെ എല്ലാരും ചാടി കടിക്കാൻ നിൽക്കുകയാണ്. എന്തിന് ചാടി കടിക്കണതല്ലാമേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ കേൾക്കാൻ ഒരാളും ഇല്ല. ഞാൻ ഇങ്ങനെ പട്ടീനെ പോലെ പണിയെടുക്കുക തന്നെ. കണ്ടോ, വീട്ടില് ജോലി ചെയ്യണ പെണ്ണുങ്ങളൊക്കെ പട്ടിയെ പോലെയാണെന്ന് പറഞ്ഞ അങ്ങനെയാണോ? ജോലി എടുക്കുന്ന എല്ലാ പെണ്ണുങ്ങളും കാര്യമില്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എത്ര നാളായെന്നറിയാമോ 5 മണിക്ക് എഴുന്നിട്ട് ഞാൻ ഈ അടുക്കളയിൽ കയറുന്നതാ. അത് കഴിയുമ്പോൾ തുണി അലക്കാനുണ്ടാവും, അത് ചെയ്യേണ്ട ഇതുണ്ടാവും, ഇതൊക്കെ കഴിയുമ്പോൾ തയ്ക്കാനിരിക്കണം. രാത്രി ആവണ വരെ ഞാൻ ഇവിടെ ഈ ഒറ്റയ്ക്ക് ക്ലീറ്റ് അങ്ങ് പോയ വഴി. ആ നേരത്ത് ഞാൻ ആ റേഡിയോ വെച്ച് എന്തെങ്കിലും പാട്ടൊക്കെ കേട്ട് അച്ഛൻ്റെ ഒച്ച കേൾക്കണ പോലെ എനിക്കത് കേൾക്കുമ്പോ അതൊന്ന് കേടായിട്ടിരിക്കണം. എത്ര നാളായി ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്ന് കേൾക്കണല്ലോ. അപ്പൊ അതാണ് ഈ പ്രശ്നം. ഈ ചാട്ടത്തിന്റെ കാര്യം അതാണ്. ഇത് അറിയണ്ടേ അമ്മ? ഇത്ര നാളും പറഞ്ഞാ എന്താ പിന്നെ? അതിനൊക്കെ ഓരോ അമ്മ, ഒന്നാമത്തെ കാര്യം അത് നന്നാക്കണ പൈസ വേണ്ട, ഒരു പുതിയതൊരെണ്ണം ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് വേണ്ട, എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഈ മാട്ട സാധനം നന്നാക്കൊണ്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ പറയരുതേ. ആ റേഡിയോയുടെ അകത്തുള്ള സാധനങ്ങൾക്ക് എന്തുമാത്രം വില കൂടിയ സാധനങ്ങളാണെന്ന് അറിയാമോ? ഇന്നത്തെ വിവരമുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അയ്യോ, ഇന്നത്തെ വെറും ലോക്കലല്ലേ, അത് അന്നത്തത് അങ്ങനെയല്ല. എന്റെ പൊന്നെ, ഞങ്ങള് ലഡാക്കിലായിരിക്കുമ്പോ എന്തോ മാരം പാട്ട് കേട്ടതാണെന്നറിയാമോ? നല്ല നല്ല ഹിന്ദി പാട്ടുകളൊക്കെ അല്ലയോ കേൾക്കുന്നത്. എന്താണ് എന്താണ് ഒരു ഹിന്ദി പാട്ടുണ്ടല്ലോ, അക്ഷരങ്ങളൊക്കെ ഞാനങ്ങ് മറന്നുപോയി. വർഷങ്ങളായില്ലയോ. അങ്ങനെ ഒരു പാട്ടുണ്ടോ? അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞതിനാണ്. അയ്യോ, ഒന്ന് നന്ദി കൊടു. അതെ അമ്മ, ഇത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയണ. എന്നെ പോലൊരു പ്രമുഖൻ ഈ സാധനം തൂക്കി റോഡിൽ കൂടി നന്നാക്കാൻ കടകൾ കയറി ഇറങ്ങി അതിന്റെ നാണക്കേടെ കുറിച്ച് ആലോചിക്കുന്നു. നാണക്കേട്ടിന്റെ കാര്യം ഒന്നും പറയണ്ട. ഒരു കവറിനകത്തിട്ട് പൊതു ഞാൻ കൊടുത്തേച്ചാ മതി. കൊണ്ടുപോണത് വേണ്ട, ഞാൻ നന്നാക്കാൻ കൊടുത്തോളാം. എനിക്കിപ്പോ ആരുടെ സഹായം വേണ്ട. നേരെ ഇരിക്കണ്ടോ നീ? നന്നാക്കി തരാം. അതിന്റെ തല കേടാക്കല്ലേ. ഇതുവരെ കേൾക്കൂല അല്ലേ? തങ്കം, നീ ആ കൊച്ചിനെ കൊല്ലാതിരിക്കുക. എന്റെ പൊന്നു മോളെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തല ചെപ്പി കെട്ടിക്കൊണ്ട് കൂടെ. അവർക്ക് 2 എണ്ണം കിട്ടേണ്ട കുറവുണ്ട്. ഒന്നും സമയത്ത് ചെയ്യൂല, എല്ലാം ചെയ്തു കൊടുക്കണം. 2ന്റെ അടി കിടന്ന് കൊള്ളണം. അത് എന്തായാലും കൊള്ളാം. അതിന്റെ കാര്യം നീ ഇവിടെ തല്ലും വഴക്കൊന്നും വേണ്ട. ഞാൻ ആ സാധനം കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുവരാം കേട്ടോ. എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അത് റെഡി ആണെന്ന് അറിയാത്ത രീതിയിൽ ഒരു കവറിലിട്ട് എടുത്ത് പോയി ഞാൻ കൊണ്ടുപോവാം. ഡ്രസ് എവിടെ? ശരിയാവൂല. മതി അമ്മൂമ്മ.
There's a Salian.